ഇതുപോലൊരു താറാവ് റോസ്റ്റ് നിങ്ങൾ ഇന്നേ വരെ കഴിച്ചിട്ടുണ്ടാവില്ല. നമ്മളിന്ന് ഫ്രോസൺ താറാവ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുകൊണ്ട് ഒരു അടിപൊളി താറാവ് റോസ്റ്റ് ചെയ്തൊക്കെയോ. പൊതുവെ താറാവിറച്ചിനോട് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരും വീഡിയോ കാണുന്ന പകുതി ആൾക്കാരും എന്നാൽ ഈ രീതിയിലൊന്ന് താറാവ് റോസ്റ്റ് ഉണ്ടാക്കി നോക്കി. നിങ്ങൾക്ക് എന്തായാലും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. പിന്നെ ഇതേ രീതിയിൽ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായി കണ്ടോളി. ഇതാണ് ഈ നാട്ടിൽ നിന്ന് അമ്മ കൊടുത്ത നല്ല വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ്. ഇവിടുത്തെ കാലാവസ്ഥ മാറിയോണ്ടല്ലേ നമ്മളെ സൗണ്ടൊക്കെ പോയത്. നമുക്ക് പിന്നെ കുറച്ച് ഗ്രാമ്പു, കറുകപ്പട്ട, ഏലക്കായ ഇതൊക്കെ ഒന്ന് ഇട്ട് കാട്ടും. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇതൊക്കെ മെയിൻ സാധനമാണ്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയില്ലേ, ആ സാധനമാണ് ഈ കുരുമുളക് പൊടി. പിന്നല്ലേ ആവശ്യത്തിന് മഞ്ഞപ്പൊടി. ഇത് നാട്ടിൽ നിന്ന് പോകുന്ന മഞ്ഞപ്പൊടി തന്നെ ഒക്കെ അമ്മ പൊടിപ്പിച്ച് കൊടുത്തയച്ചതാണ്. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ, ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴയ്ക്കുന്ന കേട്ടോ പറയാ. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ മസാലയൊക്കെ ഒന്ന് ഇതിൽ പിടിക്കണ പോലെ ഇളക്കി കൊടുക്കുക. വെള്ളമൊന്നും വല്ല ചേർത്ത് കൊടുക്കണ്ട. ഇതെന്ന് തന്നെ അത്യാവശ്യം വെള്ളം നമുക്ക് ഉണ്ടാവും. വെള്ളമൊന്നും വല്ലാതെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മസാലയൊക്കെ നല്ല പിടിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 2 വിസിലടിച്ചിട്ടേ ആ കുക്കർ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാണ്ടല്ലോ, എൻ്റെ മോനെ അതിനൊരു സ്മെല്ല് വരാണ്ട്. ആ മീറ്റ് കണ്ടില്ല, അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് എണ്ണ ചൂടാക്കിയിട്ട് ആ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ചതച്ച വറ്റൽമുളകും തക്കാളിയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് കാശ്മീരി മുളക് പൊടിയും അതേപോലെ തന്നെ ആവശ്യത്തിലുള്ള കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടേ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളെ വേവിച്ചു വെച്ച താറാവും കൂടിയും കൂട്ടിയിട്ടേ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചാണ് വേവിച്ചോളി. അപ്പോൾ നമുക്കൊരു കിടിലൻ താറാവ് റോസ്റ്റ് കിട്ടും. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനലൊന്ന് കയറി കാണുക.